ഹായ് ഓൾ. അപ്പോൾ നമുക്കിനിയും ലാസ്റ്റ് പാർട്ടാണ്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മൊഡ്യൂൾ 3 ആൻഡ് 4-ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൂടെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ കഴിയുവാണ് കേട്ടോ. ഓക്കെ അപ്പം നമുക്ക് മൊഡ്യൂൾ 3-ക്കകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ദി ഡെൻസിറ്റി ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ്, ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ ഇത് നമുക്ക് ഡെറിവേഷൻ, നമ്മുടെ ആക്ച്വൽ ഡെറിവേഷൻ എന്ന് പറയുന്നത് കരിയർ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ്. നമ്മളിങ്ങനെ കരിയർ കോൺസെൻട്രേഷൻ്റെ ഡെറിവേഷൻ ചെയ്ത് ഞാനപ്പോൾ ലെക്ചർ വീഡിയോസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസിൻ്റെ ഇത് കണ്ടുപിടിക്കും, വാലൻസ് ബാൻഡിലുള്ള ഹോളിൻ്റെ എണ്ണം കണ്ടുപിടിക്കും, രണ്ടും കൂടി പ്ലസ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇൻട്രിൻസിക് കരിയർ കോൺസെൻട്രേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. കണ്ടക്ഷൻ ബാൻഡിലെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ വാലൻസ് ബാൻഡിൻ്റെ ഹോൾസിൻ്റെ എണ്ണം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് രണ്ടും കൂടെ കണ്ടുപിടിക്കുമ്പോൾ ഭയങ്കര ഒരു ലെങ്തി ഡെറിവേഷനാണ്. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചോദിച്ചിരിക്കുന്നത്. സപ്പോസ് നമുക്കിത് വേറെ രീതിയിലും ചോദിക്കാം. ഇതിനെയും വാലൻസ് ബാൻഡിന്റെ ഹോളിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും പഠിച്ചോണം. അപ്പോൾ ഒരു സിംഗിൾ ഡെറിവേഷൻ ആയിട്ട് പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് രണ്ടും പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, നമുക്ക് ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ഇതിപ്പോൾ ഒരു ബാൻഡ് ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ താഴെ കാണിച്ചിരിക്കുന്നത് വാലൻസ് ബാൻഡ് ആണ്, മുകളിൽ കാണിച്ചിരിക്കുന്നത് കണ്ടക്ഷൻ ബാൻഡ് ആണ്. വാലൻസ് ബാൻഡിലാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്. വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക അല്ലേ. അപ്പോൾ ഈ കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എത്രയാണെന്ന് നമുക്കറിയണം. ഈ എനർജി നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ക്യാപിറ്റൽ ഇ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു പർട്ടിക്കുലർ, നമ്മൾ ആ ഒരു സോളിഡ്, ആ സോളിഡിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുമ്പം അതുമൂലം ഉണ്ടാകുന്ന എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ എനർജിക്ക് പറ്റുന്ന രീതിയിൽ, ആ ഒരു അബ്സോർബ് ചെയ്ത എനർജിക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു ലെവലിലേക്കായിരിക്കും ജമ്പ് ചെയ്യുക. ഇപ്പം നമ്മളൊരു ഈ എനർജി കൊടുക്കുമ്പോൾ ആ എനർജി അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ഈ വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോണിന് ചിലപ്പോൾ ഇങ്ങോട്ടേക്കേ പോകാൻ പറ്റത്തുള്ളൂ. കുറച്ചും കൂടി വലിയൊരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഒരു ബാൻഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതായി കാണിച്ചിരിക്കുന്ന ഫിഗറിനകത്ത് കേട്ടോ. ഇ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലിനെയാണ് നമ്മൾ ഇ സി പറയുക. ബാലൻസ് ബാൻഡിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിനെയാണ് നമ്മൾ ഇ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കണ്ടക്ഷൻ ബാൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ്, ഇതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പം നമ്മൾ മാത്സിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യത്തില്ലേ, പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ബൈ ടോട്ടൽ ചാൻസസ്, അങ്ങനെ നമ്മൾ ചെയ്യും അല്ലേ. നമുക്ക് കിട്ടുന്ന നമ്പർ ബൈ ടോട്ടൽ ചാൻസസ്. ഇപ്പം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമ്മൾക്ക് ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. അപ്പോൾ ടോട്ടൽ 2 ആണ്, 2 താഴെ എഴുതും. ഹെഡ് കിട്ടാനുള്ള ചാൻസസ് 1 ആണ് അല്ലേ. അങ്ങനെ നമുക്ക് 1/2 പറയാം അല്ലേ. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇവിടെ പോകുന്നത്. പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ബൈ ടോട്ടൽ ആണെങ്കിൽ നമ്പർ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം, ടോട്ടൽ ഇൻറ്റു പ്രോബബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇക്വേഷൻ, നമ്മുടെ ഈ ഒരു ഡെറിവേഷന് കറക്റ്റായിട്ട് നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടെ നമ്പറിനെ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നാക്കി, ടോട്ടലിനെ നമ്മൾ എന്തായിട്ട് മാറ്റി, ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് എന്ന് മാറ്റി, പ്രോബബിലിറ്റിനെ നമ്മൾ ഫെർമി ഫംഗ്ഷൻ ആയിട്ട് മാറ്റി. സത്യം പറഞ്ഞാൽ ഫെർമി ഫംഗ്ഷൻ എന്താ, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ ആണല്ലേ. ഒരു സ്ഥലത്ത് ഇലക്ട്രോൺ കാണാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ ഈ ഫെർമി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇതിനെല്ലാം മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു രീതിയിലേക്ക് മാറ്റി. സെയിം മീനിങ് അത് തന്നെ, കൺസെപ്റ്റ് മാറിയതേ ഉള്ളൂ. ഓക്കെ, ഇനിയും നമുക്കൊരു കണ്ടക്ഷൻ ബാൻഡ് മൊത്തത്തിലുള്ള ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുഞ്ഞ് ഏരിയ കൺസിഡർ ചെയ്ത് അവിടെയുള്ള ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടോട്ടൽ ഇലക്ട്രോൺസ് കിട്ടില്ലേ, അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചെറിയ ഏരിയയിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ നമ്മൾ DN കണ്ടുപിടിക്കുന്നു. DN കണ്ടുപിടിച്ചിട്ട് DN നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടും. അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ DN ഇസ് ഈക്വൽ ടു Z ഓഫ് ഇ DE. അതാണ് നമ്മുടെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അങ്ങനെയാണ്, ചെറിയൊരു ഏരിയ ആയതുകൊണ്ട് Z ഓഫ് ഇ DE വന്നു. ഫെർമി ഡിറാക് ഫംഗ്ഷനെ നമ്മൾ F ഓഫ് ഇ എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ ഈ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് DOSന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാകത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. Z ഓഫ് ഇ DEനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് π/2 8m/h² the whole raised to 3/2 e raised to 1/2 DE ന്ന്.
ഈ ഇ എന്ന് പറഞ്ഞാൽ ഏത് എനർജി ലെവലാണോ, ഇപ്പം ഈ എനർജി ലെവലാണ് ഞാൻ കൺസിഡർ ചെയ്യുമെങ്കിൽ അവിടെ ഉള്ള ഇലക്ട്രോൺ, അതിന് മുകളിലത്തെ എനർജി ലെവൽ ആണെങ്കിൽ ആ ഇ ആയിരിക്കും ഇവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു എനർജി ലെവലായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എം എന്ന് പറയുന്നത് മാസ്, എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണെന്നൊക്കെയുള്ള കാര്യം നമുക്കറിയാം. ഇവിടെ പക്ഷേ എമ്മിനെ നമ്മൾ വെറും എം ആയിട്ടല്ല എം ഇ സ്റ്റാർ എന്നാണ് പറയുന്നത്. എം ഇ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ താഴെ ഇരിക്കുന്ന വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ഇവിടുന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ. അപ്പോൾ ഒരു മോഷനിലുള്ള ഇലക്ട്രോൺ ആയതുകൊണ്ട് എഫക്റ്റീവ് മാസാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ആണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ ചേഞ്ചസ് വരുത്തി ഡിറൈവ് ചെയ്യും. ഇസഡ് ഓഫ് ഇ ഡി ഇനെ നമ്മൾ എന്ത് ചെയ്തു, 5/2 8 ആകെ ഇവിടെ മാറ്റി വ്യത്യാസം എന്താ, എം ഇ സ്റ്റാർ എന്ന് എഴുതി, എമ്മിന് പകരം എം ഇ സ്റ്റാർ ഇട്ട് കൊടുത്തു, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ. ഇനിയും നമ്മളൊരു ചെറിയ ഏരിയയിലെ എനർജി എന്താ ഇലക്ട്രോൺസിനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു എനർജി ലെവൽ കഴിഞ്ഞ ഫിഗറിൽ ഞാൻ കാണിച്ചതുപോലെ ഒരു ചെറിയൊരു എനർജി ലെവലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഈ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇ എന്ന് പറയുന്ന എനർജി ലെവലിലോട്ടായിരിക്കും ആ ഇലക്ട്രോൺ പോകുന്നത് കണ്ടക്ഷൻ ബാൻഡിൽ. ഇതിനെക്കാട്ടിലും കൂടുതൽ എനർജി കൊടുത്താൽ അടുത്ത ആ ഒരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഇവിടെ ഇ എന്ന് പറയുന്നതിനെ നമ്മൾ എന്തെന്ന് ടോട്ടൽ എനർജി ഇ എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എഴുതി, ഇ മൈനസ് ഇ സി ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ടോട്ടൽ മൈനസ് ഇ സി. അപ്പൊ കണ്ടക്ഷൻ ബാൻഡിൽ നിന്നും ടോട്ടൽ, കണ്ടക്ഷൻ ബാൻഡിന് താഴെയല്ല കിടക്കുന്നത്, അപ്പൊ ടോട്ടലിൽ നിന്നും ഇ സി മൈനസ് ചെയ്താൽ നമുക്ക് നമ്മുടെ ആ സ്പെസിഫിക് എനർജി ലെവൽ കിട്ടും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് ഈ എനർജി കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇക്ക് പകരം നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇസഡ് ഓഫ് ഇ ഡി ഇ ഈസ് ഈക്വൽ ടു 5/2 8 me star by h square the whole raised to 3/2. ഇക്ക് പകരം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ മൈനസ് ഇ സി ആയതുകൊണ്ട് ഇ മൈനസ് ഇ സി 1/2 ഡി ഇ കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ പറഞ്ഞു ഫെർമി ഡിറാക് ഫംഗ്ഷൻ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താ നമ്മുടെ ലെക്ചർ വീഡിയോസ് നോക്കുക, അതിനകത്ത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് ഫെർമി ഡിറാക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് ഇ റേസ് ടു ഇ മൈനസ് സി എഫ് ബൈ കെ ടി. ഇത് ഇക്വേഷൻ നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ഇക്വേഷൻ ജസ്റ്റ് ഓർത്തിരിക്കാം. ഇത് നമ്മൾ മിക്കവാറും യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തന്നെ ന്യൂമറിക്കൽസിന് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കുക. പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ, അതാണ് ഈ ഫെർമി ഡിറാക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഇ എഫ് എന്ന് പറയുന്നത് ഫെർമി എനർജി ലെവലാണ്. ഈ നമുക്ക് അറിയേണ്ട എനർജി ലെവൽ ബോൾസ്മാൻസ് കോൺസ്റ്റന്റ് കെ, ടി ടെമ്പറേച്ചർ. ഓക്കെ, അപ്പൊ ഇതുകൂടി ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഫെർമി ഡിറാക് ഫംഗ്ഷനകത്ത് ഇ മൈനസ് സി എഫ് എന്നുള്ള വാല്യൂ കണ്ടായിരുന്നല്ലോ നമ്മൾ. ഇ മൈനസ് സി എഫും കെ ടിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ കെ ടി ഇസ് എ കോൺസ്റ്റന്റ്, ഇ മൈനസ് സി എഫും കൂടെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇ മൈനസ് സി എഫ് എന്ന് പറയുന്നത് ഗ്രേറ്ററും കെ ടി എന്ന് പറയുന്നത് ഒരു സ്മോളർ വാല്യൂ ആണ് അല്ലേ. അപ്പൊ ഇ മൈനസ് സി എഫ് ബൈ കെ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, ദെർഫോർ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. കാരണം ഇ മൈനസ് സി എഫ് ഗ്രേറ്റർ ദാൻ കെ ടി ആണെങ്കിൽ കെ ടി ഇങ്ങനെ ഡിനോമിനേറ്ററിൽ വന്നു കഴിഞ്ഞാൽ അതും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും അല്ലേ. കോമൺ ആയിട്ട് നമുക്ക് കോമൺ സെൻസ് ആണ് അതല്ലേ. സോ അങ്ങനെയാണെങ്കിൽ ഇ റേസ് ടു ഇ മൈനസ് സി എഫ് ബൈ കെ ടി എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പം നമുക്ക് എന്താ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് 1നേക്കാട്ടിലും വലിയതായതുകൊണ്ട് നമ്മൾ ഫിസിക്സിൽ സാധാരണ നെഗ്ലക്റ്റ് ചെയ്യത്തില്ലേ. അങ്ങനെ നമുക്ക് ഫെർമി ഡിറാക് ഫംഗ്ഷനകത്തെ ഫെർമി ഡിറാക് ഫംഗ്ഷൻ എന്തായിരുന്നു, എഫ് ഓഫ് ഇ ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് അങ്ങനെയല്ലായിരുന്നു നമ്മൾ എഴുതിയത്, ഇ റേസ് ടു ഇ മൈനസ് സി എഫ് ബൈ കെ ടി. അപ്പം നമ്മൾ ആ 1 പ്ലസിന്റെ ആ 1നെ എന്ത് ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്തു. കാരണം ഇപ്പുറത്ത് കിടക്കുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് 1 ഇൻ ദ ഡിനോമിനേറ്റർ ഈസ് നെഗ്ലക്റ്റഡ്. സോ ഇക്വേഷൻ നമ്പർ 3നെ നമുക്ക് എങ്ങനെ എഴുതാം, 1 പ്ലസ് അങ്ങ് കളഞ്ഞു, പിന്നെ എന്തേ ഉള്ളൂ, ഇ റേസ് ടു ഇ മൈനസ് സി എഫ് ബൈ കെ ടി, ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് 1/x നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് റേസ് ടു -1 എന്ന് എഴുതാലോ. ന്യൂമറേറ്ററിൽ പോകുമ്പോൾ എക്സ് റേസ് ടു -1 ആവും. അതേപോലെ 1/e റേസ് ടു എക്സിനെ നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, ഇ റേസ് ടു -x ആവും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1/e റേസ് ടു ഇ മൈനസ് സി എഫ് ബൈ കെ ടി മുകളിൽ പോകുമ്പോൾ എന്താകും, ഇ റേസ് ടു മൈനസ് ഇ മൈനസ് സി എഫ് ബൈ കെ ടി എന്നാവും. ഓക്കെ, അങ്ങനെ എഴുതാമല്ലോ. സോ നമുക്ക് ഫെർമി ഡിറാക് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, എഫ് ഓഫ് ഇ ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ മൈനസ് സി എഫ് ബൈ കെ ടിനെ നമ്മൾ മൈനസ് അകത്തേക്ക് കയറ്റി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചെഴുതാമല്ലോ, ഇ എഫ് മൈനസ് സി ബൈ കെ ടി. അതാണ് ഇക്വേഷൻ നമ്പർ 5. ഒന്നും ചെയ്തില്ല, ന്യൂമറേറ്ററിൽ കൊണ്ടുപോയി
ന്യൂമറേറ്ററിൽ കൊണ്ടുപോയിട്ട് മൈനസ് കൊണ്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പം എഫ് ഓഫ് ഇ എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു 1 ഒരു കോംപ്ലക്സിറ്റി അങ്ങ് കുറഞ്ഞു കിട്ടി അല്ലേ. 1ഉം 1+ ഒക്കെ അങ്ങ് പോയിട്ട് ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ ബൈ കെ ടി എന്ന ഇക്വേഷൻ നമ്പർ 5 നമുക്ക് ഡി എൻ ഇസ് ഈക്വൽ ടുനകത്ത് ഇസഡ് ഓഫ് ഇയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എഫ് ഓഫ് ഇയും ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ആക്ച്വൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് 2 and 5 സെക്കൻഡ് ഇസഡ് ഓഫ് ഇയുടെ വാല്യൂ, അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് ഇയുടെ വാല്യൂ, ഇത് രണ്ടും നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലേക്ക് നമ്മൾ ഡി എന്നിലേക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി എൻ ഇസ് ഈക്വൽ ടു π/2 8me star by h square the whole raised to 3/2 e minus ec raised to 1/2 into e raised to ef minus e by kt de. ഓക്കെ, ഇത് ചുമ്മാ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ബുക്കോ എന്തെങ്കിലുമൊക്കെ കൈ വെച്ചിട്ട് പറയുന്ന കൊടുത്ത് ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ലേ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എൻ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഡി എൻ എടുത്തത്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി നമുക്ക് ഡി എന്നിൻ്റെ ഒരു വാല്യൂ കിട്ടിയോണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡി എൻ. ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ലിമിറ്റ് വേണം അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു കണ്ടക്ഷൻ ബാൻഡിന്റെ ഏറ്റവും ലോവസ്റ്റ് എനർജി ലെവലിനെയാണ് നമ്മൾ ഈസി പറയാം. മേളിലോട്ട് ഇനിയും കണ്ടക്ഷൻ ബാൻഡ് കിടക്കുന്നതേ ഉള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് വാലൻസ് ബാൻഡിന്റെയോ, വാലൻസ് ബാൻഡിന്റെ ടോപ്പ് ലെവലിനെയാണ് നമ്മൾ ഇ വി പറയാം. താഴോട്ടാണ് വാലൻസ് ബാൻഡ് ഉള്ളത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈസി ആണെങ്കിൽ മുകളിലോട്ട് ഇനിയും കണ്ടക്ഷൻ ബാൻഡ് കിടക്കുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇൻഫിനിറ്റി എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ ലിമിറ്റ് നമ്മൾ എവിടുന്നാ കൊടുക്കാൻ പോകുന്നത്, ലോവർ ലിമിറ്റ് ഈസി, മുകളിലോട്ട് അപ്പർ ലിമിറ്റ് എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, ഇങ്ങനെ എനർജി ലെവൽസ് ഉണ്ട്. സോ നമുക്ക് ഇൻഫിനിറ്റി കൊടുക്കാം. സോ ഈസി ടു ഇൻഫിനിറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ, ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രലിനകത്ത് നമ്മുടെ ഡി എന്നിൻ്റെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുത്തു. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്ന ഈ വാല്യൂസ്. ഓക്കെ ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കോൺസ്റ്റൻറ്റുകളെല്ലാം വെളിയിലെടുക്കാമല്ലോ. അപ്പോൾ കോൺസ്റ്റൻറ്റുകളെല്ലാം വെളിയിലെടുത്തു. π/2 വെളിയിലെടുത്തു. 8me star by h square the whole raised to 3/2 മൊത്തം കോൺസ്റ്റന്റ് ആണ്, വെളിയിലെടുത്തു. e raised to ef by kt. ef എന്ന് പറഞ്ഞാൽ ഫെർമി എനർജി ലെവൽ, അത് എപ്പോഴും കോൺസ്റ്റന്റ് ആ. കെയും ടിയും കോൺസ്റ്റന്റ് ആ. ഇവരെ രണ്ടുപേരെയും വെളിയിലെടുത്തു. ബാക്കി എന്തൊക്കെയുണ്ട്, ഇ സി ടു ഇൻഫിനിറ്റി. ഈ ഒരു ടേമിനകത്ത്, ഫസ്റ്റ് ടേമിനകത്ത് ഇ മൈനസ് ഇ സി റേസ് ടു 1/2 മാത്രമേ ഉള്ളൂ, അതും ഇ റേസ് ടു ഇ എഫ് ബൈ കെ ടി വെളിയിലെടുത്തു കഴിഞ്ഞാൽ ബാക്കി ആരുണ്ട്, ഇ റേസ് ടു മൈനസ് സി ബൈ കെ ടി അവിടെ അധികം ഉണ്ട്, അതവിടെ ഇട്ടു, ഡി ഇ. ഇത്രയും നമുക്ക് കിട്ടി. ഇപ്പം ഇതിനെയാണ് നമുക്ക് കണ്ടോ സിംപ്ലിഫൈ ചെയ്ത് അവസാനം നമുക്ക് രണ്ട് ടേമേ ഉള്ളൂ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇനി നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇവിടെ നമ്മൾ മാത്സിൽ ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേഷൻ്റെ കുറച്ച് സ്റ്റെപ്പുകളാണ്. നമ്മളിപ്പോൾ ഈ ഇ മൈനസ് ഇ സി അവിടെ ഇട്ടിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇ മൈനസ് ഇ സിനെ സിംഗിളായിട്ട് എക്സ് എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് എഴുതാം, ഇ ഇസ് ഈക്വൽ ടു ഇ സി ഇപ്പുറത്തോട്ട് വരുമ്പം എക്സ് പ്ലസ് ഇ സി ആവും. ഇനി നമുക്ക് ഡി, നമുക്ക് ആ ഇൻ്റഗ്രേഷൻ്റെ അവിടെ ലാസ്റ്റിൽ ഒരു ഡിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഡിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. അപ്പോൾ ഡിനെ നമുക്ക് ആരുടെ ടേംസിൽ എഴുതാം, ഇ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇ സി ആണെങ്കിൽ ഡി ഇ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡി എക്സ് ആയിരിക്കും. ഇ സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആ, കണ്ടക്ഷൻ ബാൻഡിന്റെ എനർജി ലെവൽ അല്ലേ, അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അത് 0 വരും. അപ്പോൾ ഡി ഇ ഇസ് ഈക്വൽ ടു ഡി എക്സ് കൊടുക്കാം. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് മാറ്റണം. ഇവിടെ എന്താ, ഇ സി ടു ഇൻഫിനിറ്റി ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇയും ഇ സി ഒക്കെ മാറ്റി കഴിയുമ്പം അവിടെ നമ്മുടെ എന്താ ലിമിറ്റും മാറ്റണം. അതറിയാലോ, നമ്മൾ മാത്സിൽ ചെയ്യാം. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പം നമുക്ക് എന്തോ കിട്ടും, എക്സിന് 0 എന്നും ഇൻഫിനിറ്റി എന്നും നമുക്ക് രണ്ടത് ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ മാത്സിൽ ചെയ്യുന്ന ഇൻ്റഗ്രേഷനാണ്, നിങ്ങൾ മാത്സ് ഒക്കെ പഠിച്ചതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. രണ്ട് ബൗണ്ടറി കണ്ടീഷൻസും അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ലിമിറ്റ് മാറ്റി. അപ്പോൾ എന്താവും, ഫൈനലി എൻ ഇസ് ഈക്വൽ ടു π/2, ബാക്കി കോൺസ്റ്റൻറ്റുകളെല്ലാം വെളിയിൽ കിടപ്പുണ്ട്. ലിമിറ്റ് മാറ്റി, ഇ സി ടു ഇൻഫിനിറ്റി ഇപ്പം 0 ടു ഇൻഫിനിറ്റി ആക്കി. ഇ മൈനസ് ഇ സി എന്ന് പറയുന്നത് എക്സ് ആയി, എക്സ് 1/2 ആയി, ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഓഫ് ഇ സി പ്ലസ് എക്സ് ബൈ കെ ടി ഡി ഇ എന്തായി, ഡി എക്സ് ആയി. അപ്പോൾ ഫൈനലി നമ്മുടെ ഇൻ്റഗ്രേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ആയി. ഇനി ഫുള്ള് മാത്സ് ആണ്, നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് വാല്യൂ കണ്ടുപിടിക്കുക.
ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്തത്? n ഇസ് ഈക്വൽ ടു നമ്മുടെ കോൺസ്റ്റന്റ് വെളിയിൽ കിടക്കുന്നത്. ഇനി ഇവിടെ ഒരു ടേമിനെയും കൂടെ നമുക്ക് പുറത്തെടുക്കാനുണ്ട് അല്ലേ? ഇ റേസ് ടു മൈനസ് ഓഫ് എക്സ്, അങ്ങനെ നമുക്കൊരു ടേം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ സ്ലൈഡിൽ. അപ്പോൾ അതിനകത്ത് വീണ്ടും ഒരു ഇ സിയുടെ ടേം വന്നല്ലേ? ഇ സി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഇ സിയുടെ ടേംസ് വന്നാൽ നമ്മൾ പുറത്തെടുക്കണം, കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് പുറത്തെടുക്കണം. അപ്പോൾ ആ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന് ശേഷം ഇ റേസ് ടു മൈനസ് ഇ സി ബൈ കെ ടിനെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് പുറത്തെടുത്തു. ബാക്കി എന്തൊക്കെ വരുന്നുണ്ട് അത് സ്ലൈഡ് നോക്കിയാൽ മതി കേട്ടോ, മനസ്സിലാവും. 0 to infinity x റൈസ് ടു 1/2 ഇ റൈസ് ടു മൈനസ് എക്സ് ബൈ കെ ടി ഡി എക്സ് എന്ന് കിട്ടി. ഇതിനകത്ത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, ഇതൊരു ഗാമ ഫംഗ്ഷൻ ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ വീണ്ടും ഈ ഡെറിവേഷൻ നീണ്ടു പോകത്തതേ ഉള്ളൂ. നമുക്കപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, മാത്സിൻ്റെ എക്സാം അല്ലല്ലോ, നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാം അല്ലേ. അപ്പം ഇതൊരു ഗാമ ഫംഗ്ഷൻ ആണ്, ഇതിനെ ഡെറിവേറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ പഠിക്കണ്ട. ഇതൊരു നോൺ വാല്യൂ ആണ്. ഗാമ ഫംഗ്ഷനെ എപ്പോഴും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്നിട്ട് ഈ ലിമിറ്റും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് കെ ടി ദ ഹോൾ റേസ് ടു 3/2 റൂട്ട് ഓഫ് π/2. ഇതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ. ബാക്കിയെല്ലാം ഇതെല്ലാം ഞാൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ വ്യത്യാസം വന്നത് എന്താണെന്ന് നോക്കിക്കേ. ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി ബൈ കെ ടി എന്ന് എഴുതി. ഇതെങ്ങനെയാണ് വന്നത്? ഇത് നോക്കിക്കേ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇത് രണ്ട് ടേംസിനെയും കൂടെ ഞാൻ ഒരുമിച്ച് എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഫോമിൽ എഴുതിയേക്കുന്നതാണ്. ദേ ഇങ്ങനെ. ഓക്കെ, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ നോൺ വാല്യൂ ആണെന്ന് നമുക്കറിയാം. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു പൈ കിടപ്പുണ്ട്, ഇവിടെ ഒരു റൂട്ട് പൈ കിടപ്പുണ്ട്. റൂട്ട് പൈ എന്ന് പറഞ്ഞാൽ എന്താ? പൈ റേസ് ടു 1/2. അപ്പോൾ പൈയും പൈ റേസ് ടു 1/2 കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം പൈ റേസ് ടു 1 ഇൻറ്റു പൈ റേസ് ടു 1/2. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എ റേസ് ടു എം പ്ലസ് എൻ എൻ്റെ ഫോമിൽ എഴുതുമ്പോൾ പൈ റേസ് ടു 3/2 എന്ന് കിട്ടും. പിന്നെ ഇവിടെ താഴെ കിടക്കുന്ന 2ഉം ഈ 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ആകും. അപ്പോൾ എന്ത് എഴുതാം? 1/4. ഇവിടെ ഈ ടേം 3/2 ടേമുകളെല്ലാം ഒരുമിച്ചാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഇനി ആരെ എഴുതാം? പൈനെയും കൂടെ എഴുതാം. അപ്പോൾ 1/4 8 പൈ എം ഇ സ്റ്റാർ, ഇവിടെ കെ ടിക്കും 3/2 ആ. അപ്പോൾ കെ ടി ഇവിടെ എച്ച് സ്ക്വയർ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബ്രാക്കറ്റിൽ 3/2 കൊടുത്തു. പിന്നെ ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി ബൈ കെ ടി. ഇനി ഈ 1/4 ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫോമിലേക്ക് മാറിയെന്നുള്ളതിൻ്റെയാണ് ഞാനിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. 1/4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. 4നെ 1/4നെ 1/2 സ്ക്വയർ എന്ന് എഴുതി. ഇനിയും 8 3/2 അല്ലേ? കോൺസ്റ്റന്റ് മാത്രം എടുക്കുന്നുള്ളേ. 8 3/2 എടുത്തു. 8 3/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 8നെ 2 ക്യൂബ് എന്ന് എഴുതാം. പുറത്ത് കിടക്കുന്ന അതിൻ്റെ 3/2നെ നമ്മൾ 3/2 എന്ന് തന്നെ എഴുതി. ഓക്കെ, ഇനിയും 2 സ്ക്വയർ 1/2 സ്ക്വയർ മേളിൽ പോകുമ്പം 2 റേസ് ടു -2 ആവും. ഇൻറ്റു 2 ക്യൂബ് ഇൻറ്റു 3/2. 2 ക്യൂബ് ഇൻറ്റു 3/2 എന്ന് പറഞ്ഞാൽ എന്താ? 2 റേസ് ടു 9/2. ഓക്കെ, ഇനിയും എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള രീതി നമ്മൾ എഴുതി. 2 റേസ് ടു -2 പ്ലസ് 9/2 ചെയ്യുമ്പോൾ 2 റേസ് ടു 5/2. ഇനി 2 റേസ് ടു 5/2നെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കിക്കേ. 2 റേസ് ടു 5/2നെ നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു 3/2 എന്ന് എഴുതാമല്ലോ. ആ രീതിയിൽ എഴുതിയാലും എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ വന്നു. എ റേസ് ടു എം പ്ലസ് എൻ വരുമ്പം 5/2 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 റേസ് ടു 5/2നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2 റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു 3/2 എന്ന് എഴുതി. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ 1/4 8 3/2നെ ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 2 റേസ് ടു 1 ഇൻറ്റു 2 റേസ് ടു 3/2. അപ്പം 2 റേസ് ടു 1 അതാണ്. 3/2കളെ എല്ലാം നമ്മൾ ഒരു ബ്രാക്കറ്റിൽ കൊടുക്കുന്നതുകൊണ്ട് 2 3/2നെ നമുക്ക് ഇവരുടെ കൂടെ കൊടുക്കാം. 2 പൈ എം ഇ സ്റ്റാർ കെ ടി ബൈ എച്ച് സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2 ഇ റേസ് ടു ഇ എഫ് മൈനസ് ഇ സി ബൈ കെ ടി. ഇക്വേഷൻ നമ്പർ 7. അപ്പം നമ്മൾ ഫൈനലൈസ്. ഇനി ഇവിടുത്തെ കോൺസ്റ്റന്റിനെല്ലാം കൂടെ നമ്മൾ എൻ സി എന്ന് അങ്ങ് കൊടുക്കുക. നമുക്ക് എന്തൊക്കെ കോൺസ്റ്റന്റുകൾ ഇക്വേഷനകത്തുണ്ടോ അവരെ എല്ലാവരെയും കൂടെ നമ്മൾ എൻ സി എന്നങ്ങ് ചെയ്തു. അതുകൊണ്ട് 2 മുതൽ ആ 3/2ന്റെ ബ്രാക്കറ്റിൽ കിടക്കുന്ന എല്ലാവരെയും കൂടെ നമ്മൾ എൻ സി കൊടുത്തു. വാട്ട് ഈസ് എൻ സി? എഫക്റ്റീവ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ് ഇൻ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിട്ട് പുട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് എത്ര കിട്ടും? Ne is equal to nc e raised to ef minus ec by kT. ഇതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡെറിവേഷൻ ഇവിടെ തീർന്നു. ഇനിയും കരിയർ കോൺസെൻട്രേഷൻ എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ നമ്പർ ഓഫ് ഹോൾസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് ഹോളും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കരിയർ കോൺസെൻട്രേഷൻ. നമുക്കിവിടെ ഇലക്ട്രോൺ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇലക്ട്രോൺ മാത്രം നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ.
ഇനി നമുക്ക് ഇതിന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യന്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് ദ ഫെർമി ലെവലിന്റെ ലൊക്കേഷൻ ഇൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ അറ്റ് 0 കെൽവിൻ ലൈസ് അറ്റ് ദ മിഡിൽ ഓഫ് വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ്. ഇത് നമ്മൾ ഫെർമി ലെവലിനകത്ത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ ഫെർമി ലെവൽസിന്റെ പൊസിഷനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ 0 കെൽവിൻ എന്ന് പറയുന്ന ടെമ്പറേച്ചറിൽ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിന്റെ വാലൻസ് ബാൻഡിന്റെ ഒത്ത നടുക്കായിട്ട് ലൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് അങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അത് പ്രൂവ് ചെയ്യണം നമ്മൾ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് നമ്മൾ കഴിഞ്ഞ ഡെറിവേഷനിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഒരു കണ്ടുപിടിച്ചല്ലേ, അതേപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്പർ ഓഫ് ഹോൾസും നമ്മൾ കണ്ടുപിടിക്കും. അതിന്റെ രണ്ടിന്റെയും കൂടെ സമ്മാണ് കരിയർ കോൺസെൻട്രേഷൻ എന്ന് നമ്മൾ പറയുമെന്ന് പറഞ്ഞു അല്ലേ. ആ രണ്ട് വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ കണ്ടുപിടിച്ചതായതുകൊണ്ട് ഇതിപ്പോൾ നമുക്കറിയാം. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ ദ കണ്ടക്ഷൻ ബാൻഡ് NE, ഇതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഡെറിവേഷൻ. NEനെ നമ്മൾ ഓൾറെഡി NC e⁻ EC/kT എന്നാണ് പറയുന്നത് എങ്കിൽ നമ്പർ ഓഫ് ഹോൾസ് വരുമ്പം ഇവിടെ NCക്ക് പകരം NV ആക്കും. കണ്ടക്ഷൻ ബാൻഡിലാണല്ലോ ഇലക്ട്രോൺസ് ഇരിക്കുന്നത്, വാലൻസ് ബാൻഡിലാണല്ലോ അപ്പോൾ ഹോൾസ്. കാരണം വാലൻസ് ബാൻഡിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുന്നു കണ്ടക്ഷൻ ബാൻഡിലോട്ട്. അപ്പോൾ വാലൻസ് ബാൻഡിൽ ആര് വരും? ഹോൾ വരും. അപ്പോൾ ഇലക്ട്രോൺസ് എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ആരായിരിക്കും? ഹോൾ ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഹോൾസ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ NV ഇവിടെ NC ആണെങ്കിൽ ഇവിടെ NV വാലൻസ് ബാൻഡ് ആയതുകൊണ്ട്. ഇവിടെ EF-EC ആണെങ്കിൽ ഇവിടെ EV-EF ആയിരിക്കും. തിരിയും KT അങ്ങനെ തന്നെ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ഓർത്ത് വെക്കാമെങ്കിൽ എളുപ്പം പഠിക്കാം കേട്ടോ. പിന്നെ ഈ NCയും NVയും കോൺസ്റ്റന്റുകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. NCയുടെ വാല്യൂ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വട്ടം പഠിച്ചു. 2 pi me star KT h² the whole raised to 3/2. അപ്പൊ ഈ രണ്ട് കോൺസ്റ്റന്റിന്റെ വാല്യൂസിലും നമുക്ക് ആകെ ഒരു വ്യത്യാസം വരുന്നത് ഇലക്ട്രോണിന്റെ കേസിൽ നമ്മൾ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ ME സ്റ്റാറും ഹോളിന്റെ കേസിൽ നമ്മൾ എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾ MH സ്റ്റാറും പറയുന്നത്. ഈ ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ NV/NC എന്നുള്ള റേഷ്യോ ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇപ്പം തന്നെ എഴുതുന്നത്. MV/NC എടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കട്ടായി പോവല്ലോ. കാരണം 2 pi KT h². അതെല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പം നമുക്ക് എന്താ കിട്ടുക? MH*/ME സ്റ്റാർ. അപ്പോൾ ഈ വാല്യൂ പിന്നീട് പറയുമ്പോൾ ഇത് എവിടുന്ന് വന്നു എന്നുള്ളത് ഓർക്കല്ലോ കേട്ടോ. നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ച് വെക്കുന്നതാണ്. ഓക്കെ, ഇനിയും ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പ്യുവർ സെമി കണ്ടക്ടർ. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആകുമ്പോഴാണ് നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര തന്നെ നമ്പർ ഓഫ് ഹോൾസ് ഉണ്ട്. കാരണം ഓൾറെഡി ഇരിക്കുന്ന ഇലക്ട്രോൺസ് പോകുന്നു, അവിടെ ഹോൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് NE = NH എന്ന് നമുക്ക് എഴുതാം ഇൻ കേസ് ഓഫ് ആൻ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പൊ എളുപ്പമായി നമുക്ക് കാര്യം. അപ്പൊ NE = NH ആയതുകൊണ്ട് നമുക്ക് ഇനി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. NEയുടെ വാല്യൂം NHന്റെ വാല്യൂം നമുക്കറിയാം. ഈക്വൽ ടു ഇട്ട് കൊടുക്കാം. NE = NH ആണ്. അപ്പൊ NEയുടെ വാല്യൂ നമ്മൾ എഴുതി, NHന്റെ വാല്യൂ എഴുതി, ഈക്വൽ ടു കൊടുത്തു. ഓക്കെ, ഈക്വേഷൻ നമ്പർ 1. ഇനിയും നമ്മൾ രണ്ട് സൈഡിലും ലോഗ് എടുക്കുന്നു. ലോഗ് എടുത്തു, ഇവിടെയും ലോഗ് എടുത്തു, ഇവിടെയും ലോഗ് എടുത്തു. നാച്ചുറൽ ലോഗരിതം എടുത്തു. ഇനി നമുക്കറിയാം ലോഗ് AB-നെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? ലോഗ് AB-നെ നമ്മൾ ലോഗ് A + ലോഗ് B എന്നാണ് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ലോഗ് NC എന്ന് പറയുന്ന ഒരു ടേമും ഇത് A ആയിട്ട് കൺസിഡർ ചെയ്യാം. NCനെ നമുക്ക് A ആയിട്ട് കൺസിഡർ ചെയ്യാം. e⁻നെ നമുക്ക് B ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇവിടെ അങ്ങനെ തന്നെ ലോഗ് NVനെ A ആയിട്ട് കൺസിഡർ ചെയ്യാം, e⁻നെ B ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ ലോഗ് A × B-നെ നമ്മൾ ലോഗ് A + B എന്ന് എഴുതുന്നുണ്ടല്ലോ. അങ്ങനെ തന്നെ അതേ രീതിയിൽ നമുക്ക് ലോഗ് A + ലോഗ് B ഫോമിൽ രണ്ട് സൈഡും എഴുതി. NEയുടെ സൈഡും എഴുതി, NVയുടെ സൈഡും എഴുതി. ഓക്കെ, NV അല്ല സോറി, NHന്റെ സൈഡും എഴുതി, ഇലക്ട്രോണും ഹോളും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എന്തോ ചെയ്യാം? ഇവിടെ നോക്കിക്കേ, ലോഗ് e⁻x-നെ നമ്മൾ എങ്ങനെയാ എഴുതുക? X അല്ലേ. ലോഗ് e⁻x = X ആണെന്നുള്ളത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ലോഗ് ln e⁻EF-EC/kTനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് e⁻x X ആണെങ്കിൽ ഇതിനെ നമുക്ക് EF-EC/kT എന്ന് എഴുതാം. ഓക്കെ, X എന്നുള്ള കൺസിഡറിൽ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ln NC +
EF minus EC by KT is equal to ഇവിടെ ln NV EV minus EF by KT ഇങ്ങനെ എഴുതാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിനോമിനേറ്റർ കോമൺ ആക്കാം. ഇവിടെ KT ഉണ്ട്, ഇവിടെയും കൂടെ KT ആക്കണം. ഇവിടെ KT ഉണ്ട്, അപ്പോൾ ഇവിടെയും ഡിനോമിനേറ്റർ KT ആക്കണം. അങ്ങനെ നമ്മൾ ഡിനോമിനേറ്റർ കോമൺ എടുത്തു. അപ്പോൾ KT ln NC പ്ലസ് EF മൈനസ് EC ബൈ KT KT ln NV പ്ലസ് EV മൈനസ് EF ബൈ KT എന്ന് നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യാം, രണ്ടിടത്തും ഡിനോമിനേറ്റർ KT കോമൺ ആയതുകൊണ്ട് KT ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. എന്നിട്ട് KT ln NC പ്ലസ് EF മൈനസ് EC is equal to KT ln NV പ്ലസ് EV മൈനസ് EF. നമ്മൾ ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്താം, EFകളെ എല്ലാം ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നു, ബാക്കിയുള്ളവരെല്ലാം അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ EF ഉണ്ട്, അതവിടെ കിടക്കട്ടെ. ഇവിടെ ഒരു മൈനസ് EF ഉണ്ട്, അതും കൂടി ഇപ്പുറത്തോട്ട് വന്നു. അപ്പോൾ EF പ്ലസ് EF ആയി. ബാക്കി എല്ലാവരും അപ്പുറത്തെ സൈഡിൽ. അപ്പം KT ln V ഓൾറെഡി ഉണ്ട്. ഇവിടെ KT ln NC അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് KT ln NC. ഓൾറെഡി ഇവിടെ ഒരു EV ഉണ്ട്, ഇപ്പുറത്തൊരു മൈനസ് EC ഉണ്ട്, അത് ഇപ്പുറത്തോട്ട് വന്നപ്പം പ്ലസ് EC. ജസ്റ്റ് ഒന്നുമില്ല, റീഅറേഞ്ച് ചെയ്തു. ഇനി നമുക്ക് എന്തോ എഴുതാം, EF പ്ലസ് EF 2EF ഈസ് ഈക്വൽ ടു, ഇത് നോക്കിക്കേ, ഇവിടെ KT ഉണ്ട്, KT ഉണ്ട്, കോമൺ ആണല്ലോ. KTനെ ഇങ്ങ് കോമൺ എടുക്കാം. ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. KTനെ ഇങ്ങ് കോമൺ എടുത്തു, ln NV മൈനസ് ln NC കിട്ടി. ലോഗ് A മൈനസ് ലോഗ് B എന്താ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ലോഗ് A ബൈ B. അങ്ങനെയാണെങ്കിൽ ഇവരെ നമുക്ക് എങ്ങനെ എഴുതാം, KT കോമൺ ലോഗ് A മൈനസ് ലോഗ് B, ലോഗ് A ബൈ B, ദാറ്റ് ഈസ് ലോഗ് NV ബൈ NC. അത് നമ്മൾ ഇവിടോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ 2EF is equal to KT ln NV ബൈ NC പ്ലസ് ബാക്കി ഇവിടെ കിടക്കുന്ന ആരാ, EV അങ്ങനെ തന്നെ എഴുതി, EC അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഇനിയാണ് നമുക്കിവിടെ നോക്കേണ്ടത് 2EF is equal to KT ln NV by NC. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു, NV by NC ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടിയായിരുന്നു, MH സ്റ്റാർ എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾ ബൈ എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോൺ എന്നുള്ള റേഷ്യോ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമുക്ക് ഇവിടേക്ക് ആവശ്യം വരുന്നത്. അപ്പോൾ NV by NCനെ നമ്മൾ എന്തെടുത്തു, MH സ്റ്റാർ ബൈ ME സ്റ്റാർ. കാരണം എന്താ, ബാക്കിയുള്ളതെല്ലാം ഒരേപോലെ രണ്ടിടത്തും ഉള്ളതുകൊണ്ട് കട്ടായി പോയി. പ്ലസ് EV പ്ലസ് EC എന്ന് നമ്മൾ കിട്ടി. അപ്പോൾ നമ്മൾ ഫൈനലിലേക്ക് എത്താൻ പോകട്ടോ. അപ്പോൾ നമുക്ക് 2EF, ഈ EF എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഏകദേശം അവിടെ എത്താറായി. ഇനി നോക്കിക്കേ, if the effective mass of electron is assumed to be equal to that of hole. അപ്പം ഈ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും മാസ് സെയിം ആണെന്ന് നമ്മൾ അങ്ങ് കൺസിഡർ ചെയ്യാം. ഒരിക്കലും ഇലക്ട്രോണിൻ്റെയും ഹോളിൻ്റെയും മാസ് സെയിം അല്ല, പക്ഷെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, എഫക്റ്റീവ് മാസ് ഓഫ് ഇലക്ട്രോണിൻ്റെയും ഹോളും നമ്മൾ സെയിം ആണെന്ന് അങ്ങ് കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ln M സ്റ്റാർ H ME സ്റ്റാർ എന്താ, രണ്ടും സെയിം ആണല്ലോ. അപ്പോൾ രണ്ടും കട്ടായി പോകുമ്പോൾ നമുക്ക് ലോഗ് 1 എന്ന് കിട്ടുമല്ലോ. ലോഗ് 1ന്റെ വാല്യൂ എന്താ, 0 ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, 2EF, ആ ടേം കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി, EV പ്ലസ് EC എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ 2നെ നമ്മളിങ്ങനെ താഴേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്താ കിട്ടും, EF is equal to EC പ്ലസ് EV പ്ലസ് EC ആയിരുന്നു, ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി EC പ്ലസ് EV ബൈ 2 എന്നാക്കി, അത്രയേ ഉള്ളൂ, പൊസിഷൻ ഒന്ന് മാറ്റി. സോ EF is equal to, ഇനി ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കേ, ഈ EC അവിടെ കിടക്കട്ടെ, EC മൈനസ് EV ബൈ 2 പ്ലസ് EV എന്ന് എഴുതിയാലും തെറ്റില്ലല്ലോ. ഈ EC പ്ലസ് EV ബൈ 2നെയാണ് ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഡിനോമിനേറ്റർ കോൺസ്റ്റന്റ് ആക്കിയാലും ഈ ടേം തന്നെയല്ലേ വരിക. നമ്മൾ കോൺസ്റ്റന്റ് ആക്കുമ്പം ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കുമ്പം EV ബൈ 1 ആണ്, ഇൻറ്റു 2 ചെയ്യും. അപ്പം 2EV ബൈ 2 വരും. എന്ന് പറഞ്ഞാൽ എന്താ, EC മൈനസ് EV പ്ലസ് 2EV ബൈ 2 എന്നാണല്ലോ. എന്ന് പറഞ്ഞാൽ എന്താ, EC ഇവിടെ മൈനസ് EVയും പ്ലസ് EVയും, മൈനസ് EVയും പ്ലസ് 2EVയും കൂടെ ആകുമ്പോൾ എന്താവും, പ്ലസ് EV വരും അല്ലേ. അപ്പോൾ EC പ്ലസ് EV ബൈ 2 എന്ന് പറഞ്ഞാൽ ഇത് തന്നെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു മാത്തമാറ്റിക്കൽ മാനിപ്പുലേഷൻ അവിടെ നടത്തിയേ ഉള്ളൂ. നേരായിട്ട് എഴുതിയ സാധനത്തിനെ നമ്മളിങ്ങനെ കറക്കി എഴുതി, അത്രയേ ഉള്ളൂ. ഇതെന്തിനാണ് നമ്മളിങ്ങനെ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാലൻസ് ബാൻഡ് EV, ഇതാണ് നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് EC. എന്ന് പറഞ്ഞാൽ EVയും ECയും തമ്മിലുള്ള ഈ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ ഗ്യാപ്പ്, ബാൻഡ് ഗ്യാപ്പ്, EG എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടേം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് EF is equal to EC minus CV എന്താ? ഇത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. EC minus CV is the band gap. ആ ഇടയ്ക്കുള്ള ബാൻഡ് ഗ്യാപ്പ്, അതിനെ നമ്മൾ EG എന്നാണ് പറയുന്നത്. ആ EG നമ്മൾ ഇട്ട് കൊടുത്തു. EG/2 plus EV എന്ന് നമുക്ക് കിട്ടി. ഇനിയും if we denote EV 0 ലെവൽ, ഈ വാലൻസ് ബാൻഡിന്റെ സ്റ്റാർട്ടിങ് ഈ EV എന്ന് പറയുന്ന ലെവൽ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ 0 ലെവലായിട്ട് എടുത്തു. 0 ലെവൽ താഴോട്ട് ലെവൽ കൂടി വരുന്നത്. കണ്ടക്ഷൻ ബാൻഡിന്റെ കേസിൽ ഇതാണ് 0 ലെവൽ, പതുക്കെ ഇങ്ങനെ കൂടി പോകും. അതാണ് ഡിഫറൻസ്. അപ്പൊ ഇത് 0th ലെവൽ ആയതുകൊണ്ട് നമ്മൾ അതിനെ 0 എന്നങ്ങ് കൺസിഡർ ചെയ്തു EVനെ. അങ്ങനെയാണെങ്കിൽ EF is equal to എന്തായിട്ട് എഴുതാം? EF is equal to EG/2. EG/2 എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും ഗ്യാപ്പാണ് EG. EG/2 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എനർജി ഗ്യാപ്പിന്റെ ഒത്ത നടുക്കാണ് ആര് നിൽക്കുന്നത്? ഫെർമി ലെവൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ഷൻ ബാൻഡിന്റെയും വാലൻസ് ബാൻഡിന്റെയും സെന്ററിലായിട്ടാണ് ആര് നിൽക്കുന്നത്? എനർജി ലെവൽ, ഫെർമി എനർജി ലെവൽ നിൽക്കുന്നത്. അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? അത് നമ്മൾ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്തു. സോ ഇതായിരുന്നു നമ്മുടെ ഡെറിവേഷൻ. ഓക്കെ, എളുപ്പമുള്ളൊരു ഡെറിവേഷനാണ്. ഒന്നുമില്ല, ഓൾറെഡി വാല്യൂസ് എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലോഗരിതം അറിയാവുന്നുണ്ടെങ്കിൽ അതും ചെയ്തു, ആൻസർ കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 14th ക്വസ്റ്റ്യൻ, എ പാർട്ട് എന്ന് പറയുന്നത് explain the formation of PN junction by drawing the energy band diagram at the equilibrium condition. Mark the Fermi level and the direction of diffusion and drift motion of charge carriers across the junction. അപ്പോൾ ഇതിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് മതി? ഫെർമി ലെവൽ ഡയഗ്രാം മതി. എന്നാലും ഞാൻ ജസ്റ്റ് ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ ഫെർമി എനർജി ലെവലിനെ കുറിച്ച് പറയാം. കാരണം ഇത് പഠിച്ചെങ്കിലല്ല നമുക്ക് എങ്ങനെയായി PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഞാനൊന്ന് ഓടിച്ചിട്ട് പെട്ടെന്നൊന്ന് പറയാം. അപ്പം നമുക്കറിയാം ഒരു N ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, ഒരു P ടൈപ്പ് സെമി കണ്ടക്ടർ ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു അല്ലേ? ഒരു സൈഡിൽ Nഉം ഒരു സൈഡിൽ Pയുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്തു. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം N ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാ? ഇലക്ട്രോൺസ് ആണ്. P ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ മെജോറിറ്റി കാരിയേഴ്സ് ഹോൾ ആണെന്നുള്ള കാര്യവും നമുക്കറിയാം. അപ്പൊ ഇവരിങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വൺസ് ഇവരെ രണ്ടിനെയും കൂടെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തൊക്കെയാ സംഭവിക്കുന്നത് നോക്കിക്കേ. സ്വാഭാവികമായിട്ടും ഒരേ ചാർജ് കാരിയേഴ്സ്, രണ്ട് ഓപ്പോസിറ്റീവ്ലി ആയിട്ടുള്ള രണ്ട് ചാർജ് കാരിയേഴ്സ് ഉള്ളതിനെ നമ്മൾ അടുപ്പിച്ച് വെച്ചാൽ അവിടെ എന്ത് ചെയ്യും? മൂവ്മെന്റ് ഓഫ് ചാർജ് നടക്കും അല്ലേ? അപ്പൊ ഇവിടെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ്മെന്റ് നടക്കും. ഇവിടെ N ടൈപ്പിലാണ് ഇലക്ട്രോൺസ് കൂടുതൽ. അപ്പൊ ഇവിടുന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ ഹോൾ ഫോം ചെയ്യും അല്ലേ? അങ്ങനെയാണ് ഇവിടെ റീകോമ്പിനേഷൻ നടക്കുക അല്ലേ? അപ്പൊ ഓൾറെഡി P ടൈപ്പിൽ ആരാ ഉള്ളത്? കുറേ ഹോൾസ് ഉണ്ട്. ഹോൾസിന് സത്യം പറഞ്ഞാൽ മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ എഴുതുമ്പോൾ ഹോൾസ് അങ്ങനെ അങ്ങ് പറയുക മൂവ് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഹോൾ ഇവിടെ സത്യത്തിൽ മൂവ് ചെയ്യുന്നില്ല. P ടൈപ്പിൽ നിറയെ ഹോൾസ് ആയിരിക്കുന്ന ഹോൾസിനെ നമ്മൾ അങ്ങ് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക. ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അല്ലേ? N ടൈപ്പിൽ നിന്നും ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എല്ലാ ഹോളുകളുണ്ട്. അപ്പൊ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ചെന്ന് ഹോളിൽ ഇരുന്ന് റീകോമ്പിനേഷൻ നടക്കും. അവിടെ അങ്ങ് ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കും. അപ്പം ഈ N ടൈപ്പിൽ എന്തായി? ഓരോ ഇലക്ട്രോണും പോകുന്നതിനനുസരിച്ച് ഇവിടെ എല്ലാം ഹോൾസ് ജനറേറ്റ് ചെയ്യുക. അല്ലാതെ ഹോൾ ഇങ്ങോട്ടേക്ക് മൂവ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മളങ്ങ് പറയുക അങ്ങനെ. സോ അത് സംഭവിക്കുന്നു. ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കും പോകുന്നു, ഹോൾസ് ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് നമ്മൾ അങ്ങ് പറയുന്നു. ഓക്കെ, അപ്പൊ ഈ മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ്, ഇലക്ട്രോൺസിന്റെ ഫ്ലോയിനെയാണല്ലോ നമ്മൾ കറണ്ട് എന്ന് വിളിക്കുക. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പം ഇവിടെ ഒരു കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. ആ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് മൂലം ഉണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഈ പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കോ? ഇല്ല. ഒരു പരിധി വരെ ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് ഇലക്ട്രോൺസ് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പൊക്കോണ്ടിരിക്കുന്നു, ഹോൾസ് ഇങ്ങോട്ട് വരുന്നു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറയുന്നു. ഇങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വൺസ് ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇനി ഇലക്ട്രോൺസിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബാരിയർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഡെപ്ലീഷൻ ലെയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഈ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോണിന്റെ ഒരു ലെയർ അങ്ങ് ഫോം ചെയ്യുന്നു. ഹോൾ ഇപ്പുറത്തേക്ക് വന്ന് ഇവർ എന്ത് ചെയ്യുന്നു? റൈറ്റ് സൈഡിൽ ഹോളിന്റെ ഒരു ലെയർ അങ്ങ് ഫോം ചെയ്യുന്നു. അപ്പം ഒരു പരിധി കഴിയുമ്പം ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരാൻ നോക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ആരായിരിക്കുന്നത്? ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇലക്ട്രോണും കൂടി റിപ്പല് ചെയ്യും, ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടിനും കയറ്റി വിടത്തില്ല എന്നുള്ള രീതിയിൽ.
ഹോൾസ് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുമ്പോൾ ഇവിടെ ആരായിരിക്കുക, ഹോളായിരിക്കുന്നത്. അപ്പോൾ ഹോളും ഹോളും തമ്മിൽ റിപ്പല് ചെയ്യുന്നു, ഹോൾസിന് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു ബാരിയർ ഉണ്ടാവുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ ലെയർ എന്ന് വിളിക്കുക. ഇനി നമുക്കറിയാം ഈ ബാരിയർ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. അതേ കണ്ടോ, ഈ ഡയറക്ഷനിലേക്ക്. ഈ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്താന്ന് വിളിക്കുക, ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുക. അപ്പൊ ഈ പൊട്ടൻഷ്യൽ ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൂവ്മെന്റുകളൊന്നും നടക്കത്തില്ല. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു, ഇവര് വേറൊരു പരിപാടി ചെയ്യും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ മൂവ് ചെയ്യും. അപ്പൊ നമുക്കറിയാം പി ടൈപ്പില് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഹോൾ ആണെങ്കിലും ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ക്രിസ്റ്റലിനകത്തുനിന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്ത് വന്ന ഇലക്ട്രോൺസുകളൊക്കെ മൈനോറിറ്റി കുറച്ച് കണ്ടോ, എണ്ണത്തിൽ കുറച്ച് ഇലക്ട്രോൺസ് ഇവിടെ ഇരിപ്പുണ്ട്. ആ ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലാണെങ്കിലോ കുറച്ച് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോളുകൾ ഇവിടെ ഉണ്ട്, അവരിങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പം മെജോറിറ്റി ചാർജ് കാരിയേഴ്സിന്റെ മൂവ്മെന്റ് ഈ ഡിപ്ലീഷൻ ലെയറിൽ സ്റ്റോപ്പ് ആയി കഴിയുമ്പം അവരെന്ത് ചെയ്യും, മൈനോറിറ്റി ചാർജ് കാരിയേഴ്സിനെ മൂവ് ചെയ്യിക്കാൻ തുടങ്ങും. ഈ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന കറണ്ടിനെയാണ് നമ്മൾ ഡ്രിഫ്റ്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ ആക്ച്വലി എന്ന് പറയാം. അപ്പം ഇതൊരു അൺബയാസ്ഡ് കണ്ടീഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എക്സ്റ്റേണൽ സപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കിനി ബയാസിംഗ് ഒക്കെ കൊടുക്കാം, ഫോർവേഡ് ബയാസിങ്ങും റിവേഴ്സ് ബയാസിങ്ങും ഒക്കെ കൊടുക്കാം. ഇവിടെ പക്ഷെ നമ്മൾ ഒന്നും കൊടുക്കുന്നില്ല, അൺബയാസ്ഡ് കണ്ടീഷനാണ്. അപ്പൊ ഈ അൺബയാസ്ഡ് കണ്ടീഷനിൽ ഈ ഒരു പി എൻ ജംഗ്ഷന്റെ ഫെർമി എനർജി ലെവൽ ഡയഗ്രാം വരച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ എനർജി ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ലെഫ്റ്റ് സൈഡിലെ ഡയഗ്രത്തിലോട്ട് നോക്കിക്കേ. ഇത് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഇത് നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടറും. ഇവരിപ്പോൾ ജോയിൻ ആയിട്ടില്ല, ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആണ് കേട്ടോ, ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ഷൻ ബാലൻസ് ബാൻഡിനെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. കണ്ടക്ഷൻ ബാൻഡ് മുകളിലാണെന്ന് നമുക്കറിയാം, ബാലൻസ് ബാൻഡ് താഴെയാണെന്നറിയാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ ആരാണ് കൂടുതൽ, മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺ ആണ് കൂടുതലുള്ളത് അല്ലേ. അതുകൊണ്ട് അവരുടെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡ്, ഇലക്ട്രോൺസ് ഇരിക്കുന്ന എവിടെയാ, കണ്ടക്ഷൻ ബാൻഡിലേക്ക് കണ്ടക്ട് ചെയ്ത് ഇവിടെയായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആയിട്ടായിരിക്കും ഇവരുടെ ഫെർമി എനർജി ലെവൽ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ EFN എന്ന് പറയുന്നത്, ഫെർമി എനർജി ലെവൽ ഓഫ് എൻ ടൈപ്പ്, അതാ EFN. ഇനിയും പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ കേസിലോ ഹോൾസ് ആണ് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അത് വാലൻസ് ബാൻഡിലാണ്, കാരണം ഇവിടുന്ന് ഇലക്ട്രോൺസ് എല്ലാം പോയി വാലൻസ് ബാൻഡിൽ ഹോൾ ആണ് ജനറേറ്റ് ചെയ്ത്, ഹോൾസ് മെജോറിറ്റി ആയിട്ടിരിക്കുന്നു. അതുകൊണ്ട് അവിടുത്തെ ഫെർമി എനർജി ലെവൽ എന്ന് പറയുന്നത് വാലൻസ് ബാൻഡിന്റെ അടുത്തായിരിക്കും. അപ്പൊ എവിടെയാണോ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇരിക്കുന്നത് അവിടെയാണ് എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് എൻ ടൈപ്പും പി ടൈപ്പും സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന സമയത്തുള്ള ഇവരുടെ ബാൻഡ് ഡയഗ്രാം. ഇനി നമ്മൾ ഇതിനെ എന്താ ചെയ്യാൻ പോവാ, പി എൻ ജംഗ്ഷൻ ആക്കാൻ പോവാ. പി എൻ ജംഗ്ഷൻ ആക്കാൻ പോകുമ്പോൾ നമ്മൾ ഇവരെ ഒരുമിച്ച് കൊണ്ടുവയ്ക്കും അല്ലേ. ഒരുമിച്ച് കൊണ്ടുവയ്ക്കുമ്പോൾ നമ്മൾ പഠിച്ചു എന്താ ചെയ്യാ, എൻ ടൈപ്പിലുള്ള മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഒക്കെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇവിടുത്തെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യും അല്ലേ. എന്നിന്ന് ഇലക്ട്രോൺസ് പിയിലേക്കും പിന്ന് ഹോൾസ് എന്നിലേക്കും മൂവ് ചെയ്യും. അപ്പൊ നമ്മൾ ഇതിനെ അടുപ്പിച്ച് കൊണ്ടുവച്ചു. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുന്നു അല്ലെ. എവിടെയാണോ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുന്നത് അവര് താഴേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. എവിടെയാണോ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നത് അവര് മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇവിടെ ആരുടെ അടുത്ത ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുന്നത്, എൻ ടൈപ്പിന്റെ എണ്ണം അല്ലേ കുറയുന്നത്, കാരണം മൂവ് ചെയ്യാൻ തുടങ്ങുമല്ലോ ഇലക്ട്രോൺസ്, ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും, പിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇലക്ട്രോൺസിന്റെ എണ്ണം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഈ ഒരു എനർജി ഡയഗ്രാം എന്ത് ചെയ്യും, ഇത്രയും ഭാഗം എന്ത് ചെയ്യും, താഴേക്ക് വരാൻ തുടങ്ങും. പി ടൈപ്പില് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുമല്ലേ, അപ്പൊ നമ്മുടെ പി ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഈ ഇത്രയും ഭാഗം എന്ത് ചെയ്യും, മുകളിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. ഇതാണ് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഡയഗ്രാം എന്ന് പറയുന്നത്. കണ്ടോ, എൻ ടൈപ്പ് താഴേക്ക് മൂവ് ചെയ്ത് പി ടൈപ്പ് മേളിലേക്ക് മൂവ് ചെയ്തു. വൺസ് കണ്ടോ, ഇപ്പൊ ആക്ച്വലി ഇവർ തമ്മിൽ ഇത്ര ഡിസ്റ്റൻസ് ഇല്ലേ, എന്താണ്ട് EFN-ഉം EFP-യും തമ്മിൽ ഈ ഒരു സ്ലാൻഡിങ് ഡിഫറൻസ് ഉണ്ട് അല്ലെ. ഇയാൾ താഴേക്ക് മൂവ് ചെയ്യും, ഇയാൾ മേളിലേക്ക് മൂവ് ചെയ്യുമ്പം അറ്റ് എ പോയിന്റ് ഇവർ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടുന്ന പോയിന്റ് വരെ ദേ കണ്ടോ, ഇവർ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് വരെ ഇവർ മേളിലോട്ടും താഴോട്ടും മൂവ് ചെയ്യും. അപ്പൊ എവിടെയാണോ ഇലക്ട്രോണിന്റെ അളവ് കുറയുന്നത് അവര് താഴേക്ക് മൂവ് ചെയ്യും, ദാറ്റ് ഈസ് എൻ ടൈപ്പ് താഴേക്ക് മൂവ് ചെയ്യും.
പി ടൈപ്പ് മേളിലേക്ക് മൂവ് ചെയ്യും. ഇതാണ് പി എൻ ജംഗ്ഷൻ ജോയിൻ ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവുന്ന വ്യത്യാസം. അങ്ങനെ ഇവർ രണ്ടും കൂടെ ഇങ്ങനെ മേളിലേക്കും താഴേക്കും മൂവ് ചെയ്തിട്ട് ഇ എഫ് രണ്ടിന്റെ എനർജി ഫെർമി എനർജി ലെവൽ കൂട്ടിമുട്ടുന്ന പോയിന്റിൽ ഇവർ സ്റ്റോപ്പ് ചെയ്യും. അവിടം വരെ ഇവർ മൂവ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇതാണ് ഒരു പി എൻ ജംഗ്ഷന്റെ അൺബയാസ്ഡ് കണ്ടീഷനിലുള്ള എനർജി ബാൻഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനിയും അപ്പോൾ കണ്ടക്ഷൻ ബാൻഡ് ഇതേ ഇവിടെ ഇരുന്ന കണ്ടക്ഷൻ ബാൻഡ് ഇത്രയും താഴോട്ട് വന്നില്ലേ, അത്രയും താഴോട്ട് വരുമ്പം ആ ഉണ്ടാവുന്ന ഡിഫറൻസ്, അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെയായിരുന്നു കണ്ടക്ഷൻ ബാൻഡ് ഇരുന്നത്, അവർ ഇവിടുന്ന് ഇത്രയും വരെ വന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ കണ്ടക്ഷൻ ഹിൽ എന്ന് വിളിക്കുക, അത്രയും വന്ന ആ ഡിഫറൻസ്. അതേപോലെ വാലൻസ് ബാൻഡ് എന്താ ചെയ്യുക, ഇവിടെ താഴെ ഇരുന്നത് അങ്ങ് മുകളിൽ ചെന്നു, അതിനെയാണ് നമ്മൾ വാലൻസ് ഹിൽ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡയഗ്രാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം, പക്ഷെ ഇത് എഴുതിയാൽ മതി. നമ്മുടെ മാർക്ക് ഇത്രയും കാര്യങ്ങൾ എഴുതി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ ഓക്കെ ഇനി ഇതിൻ്റെ ബി പാർട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ്റെ ഇക്വേഷൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയാമോ? ഇതൊരു വലിയ ഡെറിവേഷൻ ആയിരുന്നു. നമ്മൾ ഡയോഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട്, ഡയോഡ് കറണ്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. കാൽക്കുലേറ്റ് ദ ഡയോഡ് കറണ്ട് ഇൻ സിലിക്കൺ ഡയോഡ് അറ്റ് 25 degree Celsius when the forward bias voltage of 0.5 volt is applied. The reverse saturation current at 25 degree Celsius is 0.1 microampere. Material constant eta 2 ആണെന്ന് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രം ചെയ്താൽ മതി, ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡയോഡ് ഇക്വേഷൻ എന്തായിരുന്നു? വലിയൊരു ഡെറിവേഷനിൽ നിന്ന് നമ്മൾ പഠിച്ചതാണ്. ഡയോഡ് ഇക്വേഷൻ ഐ ഡി ഈസ് ഈക്വൽ ടു I0 e റൈസ് ടു വി ബൈ ഈറ്റ വി ടി മൈനസ് 1. ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് മെറ്റീരിയൽ കോൺസ്റ്റൻറ്റും വി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്. ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് സപ്ലൈ വോൾട്ടേജ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 0.5 വോൾട്ട് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി വി ടി എന്താ? വി ടി എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്. ആ ഒരു ക്രിസ്റ്റലിൽ എന്തെങ്കിലുമൊക്കെ തെർമൽ അജിറ്റേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ആണ് ഈ തെർമൽ വോൾട്ടേജ്. തെർമൽ വോൾട്ടേജ് വി ടി എന്ന് പറയുന്നത് KT/Q ആണ്. ബോൾട്സ്മാൻസ് കോൺസ്റ്റന്റ്, ടെമ്പറേച്ചർ, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ 1.6 × 10⁻⁻19 കൂളം. അപ്പം ഇത്രയും കൊടുക്കുമ്പോഴാണ് നമുക്ക് വി ടി കിട്ടുന്നത്. വി ടി ഒരു കോൺസ്റ്റന്റ്, അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ വി നമുക്കറിയാം 0.5 ആണെന്നറിയാം. ഈറ്റ വി ടി എന്താണ്? KT/Q നമ്മൾ അത് ഇട്ട് കൊടുക്കുന്നു. വി ബൈ ഈറ്റ വി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു വി ടി എന്ന് പറയുന്നത് KT/Q ആണ്. അത് റെസിപ്രോക്കൽ ആവുമ്പം KT/Q ഈറ്റ എന്ന് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി നമ്മൾ ക്യൂവിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു, വിയുടെ വാല്യൂ ഇട്ട് കൊടുത്തു. ഈറ്റ 2 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. ബോൾട്സ്മാൻ കോൺസ്റ്റന്റ് ഇട്ട് കൊടുത്തു. ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് 25 degree Celsius ആണ്. കെൽവിനിലോട്ട് മാറ്റുമ്പോൾ 298 കെൽവിൻ കിട്ടും. അത്രയും കൊടുത്തു. അങ്ങനെ ആയപ്പോൾ നമുക്ക് എന്തോ കിട്ടി? അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 9.68 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇ റേസ് ടു 9.68 എന്ന് പറയുന്നത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 15968.47 എന്ന് കിട്ടി. ഇതെല്ലാം കൂടെ നമ്മൾ ഇനി ഐ ഡിക്ക് അകത്തോട്ട് ഇട്ട് കൊടുത്തേ. ഐ ഡി ഈസ് ഈക്വൽ ടു I0 എത്രയാണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്? 0.1 മൈക്രോ ആംബിയർ ആണ് തന്നിട്ടുണ്ട് അല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതിനെ ആംബിയർ ആക്കാൻ × 10⁻6 ചെയ്തു. പിന്നെ ഇ റേസ് ടു ഇവരുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, അതിട്ട് കൊടുത്തു -1. സോ ഇ ഡി ഈസ് ഈക്വൽ ടു ഐ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് 0.001596 സംതിങ് കിട്ടി. ഞാൻ നമ്മൾ ഒന്നുകൂടി റൗണ്ട് ഓഫ് ചെയ്ത് പോയിന്റ് ഇങ്ങോട്ട് ഡെസിബൽ ഇങ്ങോട്ട് മാറ്റുമ്പം 1.6 × 10⁻³ ആംബിയർ എന്ന് കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമുക്ക് എഴുതാം. ഒന്നുമില്ല, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഫോട്ടോ ഡയോഡ്? എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് പിൻ ഫോട്ടോ ഡയോഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ഫോട്ടോ ഡയോഡ്? പിൻ ഫോട്ടോ ഡയോഡിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിങ്ങും എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ആദ്യം എന്താ ഫോട്ടോ ഡയോഡ് നമുക്ക് പറയാം. ഫോട്ടോ ഡയോഡ് ഇസ് എ റിവേഴ്സ് ബയാസ്ഡ് പി എൻ ജംഗ്ഷൻ ഡയോഡ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് പല ബയാസിങ്ങിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റിവേഴ്സ് ബയാസിൽ വർക്ക് ചെയ്യുന്ന പി എൻ ജംഗ്ഷൻ ഡയോഡാണ്. ഇനി ഇവിടെയുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
ലൈറ്റ് എനർജി വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ ഇവിടെ ഒരു വ്യത്യാസം. മറ്റുള്ള എന്താ പി എൻ ജംഗ്ഷൻ ഡയോഡുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഫോട്ടോ ഡയോഡിന്റെ ഉപയോഗം അത് നമ്മൾ ലൈറ്റ് ഡയോഡിലേക്ക് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ ആ ഒരു എനർജി എടുത്തിട്ട് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്കൊക്കെ ജമ്പ് ചെയ്ത് അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി. അപ്പോൾ ഫോട്ടോ ഡയോഡിനെ നമുക്ക് ഫോട്ടോ ഡിറ്റക്ടർ, ഫോട്ടോ സെൻസർ ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് പിൻ ഫോട്ടോ ഡയോഡ് ആൻഡ് ഇറ്റ്സ് വർക്കിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ പിൻ ഫോട്ടോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളൊരു പി ടൈപ്പ് സെമി കണ്ടക്ടറും ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറും എടുത്തിട്ട് അതിന്റെ നടുക്ക് ഒരു ഇൻട്രിൻസിക് ലെയർ കൊണ്ടുവന്ന് വെക്കുന്നു. ഇൻട്രിൻസിക് ലെയർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്യുവർ സെമി കണ്ടക്ടർ, ഒന്നെങ്കിൽ സിലിക്കണോ അല്ലെങ്കിൽ ജെർമേനിയോ, അൺടോപ്ഡ് ആയിട്ടുള്ള സിലിക്കൺ അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ ലെയറിനെ നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇതൊരു റിവേഴ്സ് ബയാസ് കണ്ടീഷനിൽ കൊടുക്കുന്നു. റിവേഴ്സ് ബയാസ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പീനെ നമ്മൾ നെഗറ്റീവ് എൻഡിലേക്കും എന്നിനെ നമ്മൾ പോസിറ്റീവ് എൻഡിലേക്കും കൊടുക്കുന്നു. ഇതാണ് ബേസിക്കലി നമ്മുടെ പിൻ ഫോട്ടോ ഡയോഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻസ് ഇവിടെ പഠിക്കാം. നെക്സ്റ്റ് സ്ലൈഡിൽ വർക്കിംഗ് നോക്കാം. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിരിക്കും. ഉള്ളില് മിഡിൽ ലെയർ എന്ന് പറയുന്നത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ആണ്. ഇത് സിലിക്കണോ ജെർമേനിയോ ആയിട്ടുള്ള അൺടോപ്ഡ് ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. ആൻഡ് ഔട്ടർ മോസ്റ്റ് ഏറ്റവും പുറത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആയിരിക്കും. ഇതിനെ നമ്മളൊരു റിവേഴ്സ് ബയാസിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ കൺസ്ട്രക്ഷൻ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. നമുക്ക് ഇതിന്റെ വർക്കിങ്ങിലോട്ട് പോകാം. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഇത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ഇൻട്രിൻസിക് ലെയർ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്, റിവേഴ്സ് ബയാസിങ് കണ്ടീഷനിലേക്ക് കൊടുത്തു. പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ആദ്യത്തെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ when light photon with the sufficient energy strikes the intrinsic layer of the pin photodiode. ആദ്യമായിട്ട് നമ്മളൊരു ഫോട്ടോൺ എടുക്കുന്നു, ഒരു പർട്ടിക്കുലർ എനർജി എമൗണ്ട് ഓഫ് എനർജി ഉള്ള ഫോട്ടോൺ എടുക്കുന്നു. ഇതിനെ നമ്മൾ എങ്ങോട്ടേക്കാണ് ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നത്? പിയിലോട്ടോ എന്നിലോട്ടോ അല്ല നമ്മൾ ഇൻസിഡന്റ് ചെയ്യിപ്പിക്കുന്നത്, നമ്മൾ ആ ഇൻട്രിൻസിക് ലെയറിലേക്കാണ്. കാരണം ഇൻട്രിൻസിക് ലെയർ എന്ന് പറയുന്നത് ഡോപ്പിംഗ് ചെയ്യാത്ത ലെയർ ആയതുകൊണ്ട് തന്നെ അവരിങ്ങനെ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നവരാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോട്ടോണിനെ കൊണ്ടുവന്ന് വീഴ്ത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഫോട്ടോൺസിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ ഇൻട്രിൻസിക് ലെയർ അങ്ങ് അബ്സോർബ് ചെയ്യുന്നു. The absorption of photon transfer their energy to the electrons in the valence band, promoting them to conduction band, creating electron hole pairs. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഇലക്ട്രോണിന്റെ എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ഇൻട്രിൻസിക് ലെയറിലുള്ള വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ഈ എനർജി അബ്സോർബ് ചെയ്യും. എനർജി അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ജമ്പ് ചെയ്യും അല്ലെ, കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യും. അപ്പം വാലൻസ് ബാൻഡിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ജമ്പ് ചെയ്യുന്നു. അപ്പൊ അവിടെ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടക്കുന്നു, ഒരു ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഒക്കെ അവിടെ ഉണ്ടാവുന്നു അല്ലെ. The electrons are excited from the valence band to the conduction band, leaving behind hole in the valence band. അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കട്ടെ. The pin photodiode structure include a depletion layer which is in between the p-type and n-type layer. ഇനിയും ഓൾറെഡി ഇവിടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറും എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കൂടി ജോയിൻ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ, പി ടൈപ്പും എൻ ടൈപ്പും കൂടി ജോയിൻ ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, പിയിൽ നിന്നും ഹോൾസ് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇവിടെ ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നു. അപ്പൊ പാരലലായിട്ട് ഫോട്ടോൺ ഇൻസിഡന്റ് ചെയ്യുന്ന കാര്യവും ഇവിടെ എക്സൈറ്റേഷൻ കാര്യങ്ങളും ഓൺ ദ അതർ ഹാൻഡ് ഒപ്പം തന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? പിയും എന്നും ഉള്ളത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു ഡിപ്ലീഷൻ ലെയറും ഫോം ചെയ്യുന്നു. അപ്പൊ ഇതൊക്കെ പാരലായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നടക്കുന്ന സമയങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വെൻ എ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു ദ പിൻ ഫോട്ടോഡയോഡ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പിൻ ഫോട്ടോഡയോഡിലേക്ക് ഒരു റിവേഴ്സ് ബയാസിങ് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പി റീജിയൻ നെഗറ്റീവിലേക്കും എൻ റീജിയൻ പോസിറ്റീവിലേക്കും നമ്മൾ കണക്ട് ചെയ്ത് ഒരു റിവേഴ്സ് ബയാസിങ് വോൾട്ടേജ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു റിവേഴ്സ് ബയാസിങ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് എന്തോ സംഭവിക്കും? when a reverse bias voltage is applied to the pin photodiode, the electric field is established across the depletion region. This drives the electron towards the n side and hole towards the p side. അപ്പൊ ഈ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടോ, പോസിറ്റീവ് ടു നെഗറ്റീവ് ഈ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ,
നമ്മുടെ ഡിപ്ലീഷൻ ലെയറും ഇവിടെ ഇരിക്കുന്നത് ആരാ പോസിറ്റീവും ഇവിടെ ഇരിക്കുന്നത് ആരാ നെഗറ്റീവും. അപ്പോൾ ഇവിടുത്തെയും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ പൊട്ടൻഷ്യലും ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും രണ്ടും സെയിം ആണ്. അപ്പം രണ്ടും സെയിം ആകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? രണ്ടും കൂടി ആഡപ്പ് ചെയ്യും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡും അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് രണ്ടും കൂടി ആഡപ്പ് ചെയ്തിട്ട് എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് മൂലം അവിടെ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫോഴ്സ് മൂലം ഇലക്ട്രോൺസ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു? എൻ സൈഡിലേക്കും ഹോൾസ് എല്ലാം കൂടി പി സൈഡിലേക്കും ഫോഴ്സ് ടു മൂവ് ആവുന്നു അല്ലെ, മൂവ് ചെയ്യാൻ അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. The generated electron hole pair in the intrinsic layer experienced the electric field across the depletion region. The electric field causes the electron drop. അവിടെ ഒരു റീകോമ്പിനേഷൻ ഒക്കെ നടന്നിരിക്കുന്ന ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യുന്നു? അവരുടെ ബോണ്ടുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇവർ ഫോഴ്സ് ചെയ്യുക, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഫോഴ്സ് ആകുന്നു. സോ അവിടെ ഒരു ചാർജ് സെപ്പറേഷൻ. അപ്പോൾ ഓൾറെഡി കമ്പൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാർ ഈ ഒരു എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് കാരണം ബ്രേക്ക് ചെയ്തിട്ട് ഇവർ മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലെ. അപ്പോൾ എല്ലാവരും മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇനി എന്താ നടക്കുന്നതെന്ന് നോക്കിക്കേ. The separated electrons and hole contribute to the flow of current in the external circuit connected to the pin photodiode, resulting in a photocurrent. The photocurrent is proportional to the incident light and the efficiency of the absorption and the charge separation. The generated photocurrent can be measured and processed about the information. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു എന്ന് വെച്ചാൽ അവിടെ കറണ്ട് ഉണ്ടാകുന്നു. അപ്പോൾ ലൈറ്റ് വന്ന് വീഴുന്നതിൻ്റെ ഫലമായിട്ടും നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടും നമുക്കിവിടെ എന്ത് ചെയ്യുന്നു? ലാർജ് എമൗണ്ട് ഓഫ് കറണ്ട് നമുക്ക് കിട്ടുന്നു. ഇതാണ് സംഭവം. അപ്പോൾ ലൈറ്റിൻ്റെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് കറണ്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പിൻ ഫോട്ടോ ഡയോഡ്. സ്ട്രക്ചറിനകത്തൊരു ചെറിയ മാറ്റം വന്നേ ഉള്ളൂ, ഇടയ്ക്ക് ഒരു ഇൻട്രിൻസിക് ലെയർ വരുന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ 4 ആപ്ലിക്കേഷൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എനി 4 ആപ്ലിക്കേഷൻസ് ഓഫ് ഫോട്ടോ ഡയോഡ്. ഫോട്ടോ ഡയോഡിന്റെ 4 ആപ്ലിക്കേഷൻസ് ഏതെങ്കിലും 4 ആപ്ലിക്കേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ ഡയോഡിനെ നമുക്ക് എന്താ ഇവര് ലൈറ്റ് സെൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? ഫയർ, സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സോളാർ പാനലിൽ നമുക്ക് ഫോട്ടോ ഡയോഡ്സ് യൂസ് ചെയ്യാൻ പറ്റും. ന്യൂമറസ് മെഡിക്കൽ ആപ്ലിക്കേഷൻസ് അല്ലേ, നമുക്ക് സാമ്പിൾസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റക്ടേഴ്സ് ഫോർ കമ്പ്യൂട്ടർ സി ടിക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ ഡയോഡ്സ് ആർ ദ മേജർ കമ്പോണൻറ്റ് ഓഫ് ക്ലോക്ക് റേഡിയോസ്, ക്യാമറ, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ കണ്ടക്ടർ ആയിട്ടായിരിക്കും നമ്മുടെ ഫോട്ടോ ഡയോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു തിയറി പാർട്ടാണ്, ഇതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയത്. എല്ലാ പോയിന്റ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ഇത് മാത്രമല്ല മറ്റുള്ള മൊഡ്യൂൾസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ലെക്ചർ വീഡിയോസിനകത്ത് നമ്മൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആയാലും സെമി കണ്ടക്ടേഴ്സിൻ്റെ ആയാലും ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.